നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണ വിഭവത്തിൽ പ്രധാനപ്പെട്ട നേന്ത്രക്കായ് വറുക്കാം. നേന്ത്രക്കായ് വറുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 3 കിലോ കായാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ കായയുടെ തൊലിയെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് വെള്ളത്തിലിട്ട് അതിന്റെ കറയെല്ലാം കളഞ്ഞൊന്ന് എടുക്കണം. അപ്പൊ നമ്മൾ ഇത് തൊലിയെല്ലാം ഒന്ന് കളഞ്ഞുകൊണ്ട് വരട്ടെ. ആദ്യമേ കായയുടെ 2 വശവും തുമ്പും വാലും നമ്മളൊന്ന് ചെത്തിക്കളയാം. അതിനുശേഷം ഇതിന്റെ ഇതേപോലെ വര പോലെ ഉള്ളിടത്തൂടെ നമ്മൾ പിച്ചാത്തി കൊണ്ടൊന്ന് ചെറുതായിട്ട് ഇതുപോലെ കോറി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അടത്തിയെടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളത് നമുക്ക് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. 2 വശവും നമ്മൾ ചെത്തിക്കളയണം. അതേപോലെ തന്നെ കായുടെ തൊലി ഉണ്ടല്ലോ, തൊലി കൊണ്ട് നമുക്ക് ചെറുപയർ ചേർത്ത് തോരൻ വെക്കാവുന്നതാണ്. വളരെയധികം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് നേന്ത്രക്കായുടെ തൊലിയിൽ. അപ്പോൾ നമുക്ക് ചെറുപയറുമായിട്ട് തോരൻ വെച്ചാൽ നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതേപോലെ കിട്ടുമ്പോൾ തൊലി നിങ്ങൾ കളയരുത്. അതിൻ്റെ കരിന്തൊലി മാറ്റിയ ശേഷം അത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാവുന്നതാണ്. വയറിന് നല്ലതാണിത്. നേന്ത്രക്കായുടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കറയെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് കായ അരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് കൈ മുട്ടും നമ്മളിങ്ങനെ ഉരച്ചിടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കായെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ ഇതേപോലെ ഒരു ഒരപ്പനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഈ കായ് ഇതുപോലെ ഒന്ന് എണ്ണയിൽ മുക്കി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഗ്രേറ്റർ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ തടിയുടെ ഉണ്ട്, അതായിരിക്കും ഏറ്റവും നല്ലത്. എണ്ണ മുക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞെടുക്കാൻ സാധിക്കും. ലാസ്റ്റ് വരുമ്പോൾ കൈ സൂക്ഷിക്കുക. അല്ലേ, ഇതേ കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ സാധിക്കും. ഇത് 2 എണ്ണം കൂടിയിരിക്കുന്നതാണ്. ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 3 എണ്ണം വീതമായിട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ എണ്ണയിലേക്ക് പിടിച്ചു അരിയുന്നതിൽ നല്ലത് നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നോക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ അരിഞ്ഞിട്ടിട്ട് കുറേശ്ശെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മൾ 4 കായ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണ മൂത്തോ ഇല്ല, എണ്ണ നന്നായിട്ട് ചൂടായോ ഇല്ലെന്ന് അറിയാനായിട്ട് ഒരു കഷ്ണം എടുത്ത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തി മേലോട്ട് വരികയാണെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടില്ല, ഒന്നുകൂടെ ചൂടായി വരട്ടെ. അതിന് ശേഷം നമുക്കിത് കുറേശ്ശെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. കയ്യിലേക്ക് എണ്ണ തെറിച്ച് വീഴാതെ ശ്രദ്ധയോടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 4 കായാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കായ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ ജലാംശം വറ്റി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കരുത്. ഉപ്പ് കലക്കി വെച്ചിട്ട് ഉപ്പുനീര് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിക്കും. നമ്മുടെ കായ്ക്കും ആവശ്യത്തിനുള്ള മഞ്ഞ കളറുണ്ട്. അപ്പോൾ ഇതിനകത്ത് മഞ്ഞപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ജലാംശം വറ്റിത്തീരണം. ഈ പത പോലുള്ളത് മാറിയെങ്കിൽ മാത്രമേ കായ് നന്നായിട്ട് മൂത്ത് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കായ് ഇതുപോലെ മറിച്ച് ഇടുമ്പോൾ ഒരു ശബ്ദം കേൾക്കുകയും ചെയ്യും. കിരീരോന്നൊരു ശബ്ദം ഉണ്ടാവും. അപ്പോഴാണ് കായ് മൂത്തതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്.
ഇപ്പോഴും ഇതിനകത്ത് ജലാംശമുണ്ട്, അതുകൊണ്ടാണ് പതഞ്ഞ് നിൽക്കുന്നത്. ഈ പദം മാറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പുനീര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുനീരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഉപ്പുനീര് ഒഴിച്ചതിന് ശേഷം പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പെല്ലായിടത്തും ഒരേപോലെ ആകണം. നമ്മുടെ കായൊക്കെ മൂത്ത് വന്നിട്ട് 2 മിനിറ്റ് കൂടെ മൂത്തോട്ടെ. കാരണം ഇതേപോലെ ഒരു സൗണ്ട് കേൾക്കും മൂത്ത് വരുമ്പോൾ. മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ആകട്ടെ, എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം. ജലാംശം പൂർണ്ണമായിട്ടും വറ്റണം, അല്ലെങ്കിൽ നമ്മൾ വാർത്ത് കോരി കഴിയുമ്പോൾ ഇത് തളർന്ന കണക്കായി പോകും. അതുകൊണ്ട് നല്ല രീതിയിൽ ജലാംശം വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് കോരിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കായല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ സൗണ്ട് കേൾക്കും. ഈ പരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് ഊർന്നു പോയതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എണ്ണ കൂടെ അത് വാർന്നു പോകും. അപ്പോൾ നമ്മൾ മുഴുവനും കോരി എടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം വറുത്തത്ര താമസം ഉണ്ടാവില്ല. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇനി പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ രണ്ടാമത് ഇട്ടത് നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട്, അതുകൂടെ കോരി എടുക്കാം. അതല്ല, ആദ്യം ഇട്ട് കഴിഞ്ഞ് എളുപ്പമാണ് രണ്ടാമത് നമുക്ക് വറുത്ത് വരാൻ പറ്റിയത്. എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റുള്ള ഉപ്പേരി ഇവിടെ വറുത്ത് കോരി കഴിഞ്ഞു. കണ്ടില്ലേ, ഓണത്തിലേക്കുള്ള ഉപ്പേരി നമ്മളിപ്പോൾ ഇവിടെ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ താമസമൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് 1 കിലോ കായ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ആളുകൾക്കൊക്കെ ആവശ്യം പോലെ കഴിക്കാനുള്ള കായ ചിപ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഈ ഓണം കെങ്കേമമാക്കാൻ ഇതേപോലൊരു നേന്ത്രക്കായ ചിപ്സ് തയ്യാറാക്കി കൊടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലെയുള്ള ഓണ വിഭവങ്ങളുമായി നമുക്ക് കാണാം. താങ്ക്